GD ക്ലിയർ ചെയ്ത 13 പേര് അടുത്ത മാസം തന്നെ ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഫംഗ്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 13 പേർക്ക് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഏകദേശം 1 വർഷം ആയിട്ടുള്ളവരാണ് കൂടുതൽ ആളുകൾ. SSC GD എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആംഡ് ഫോഴ്സിൻ്റെ ഒരു ഭാഗമല്ലെങ്കിലും ഏകദേശം ട്രെയിനിങ് എല്ലാം ഒരേ കേഡറിൽ തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഇപ്പം ഒരു യങ് ഏജാണ് എല്ലാവരും അല്ലേ, എല്ലാവരും ഒരു 23 ബിലോ അല്ലേ. അപ്പം കഴിവതും നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ കരിയറിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ആയിട്ട് മാത്രം ഈ ഒരു പോസ്റ്റിനെ കാണുക, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് എടുക്കുക. ഒബ്വിയസ്ലി ഇതിനെക്കാട്ടി ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഇനിയും കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ പോസ്റ്റിൽ തന്നെ നിങ്ങൾ നിന്ന് പോകാതെ ഇതിന് മുകളിലോട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. ഒബ്വിയസ്ലി നിങ്ങൾക്ക് കിട്ടും, അതിലൊരു ഡൗട്ടും വേണ്ട. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി അറിയാത്തവരുണ്ട്. എൻ്റെ കൂടെ തന്നെ സർവീസ് ചെയ്ത ഒരുപാട് പേര്, ഈവൻ സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത് വരെ എൻ്റെ കൂടെ ഉണ്ട്. ഒരാൾ നോർത്ത് ഈസ്റ്റിലെ ഒരു സ്റ്റേറ്റിൻ്റെ മിനിസ്റ്ററാണ്, എൻ്റെ കൂടെ സർവീസ് ചെയ്ത കക്ഷിയാണ്. അപ്പം ഒരുപാട് പേര് അങ്ങനെ എന്താ പറയുക, പുതിയ കരിയർ തേടിപ്പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മളിപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ ട്രെയിനിങ് എല്ലായിടത്തും കുറച്ച് ടഫായിരിക്കും. നിങ്ങൾ അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോവുക. ബേസിക്കലി നിങ്ങളെ ക്ഷമയെ പരീക്ഷിക്കുന്നതാണ് ട്രെയിനിങ് പീരീഡ്. അപ്പം നമ്മൾ ഒന്നിനും കൂടുതലായിട്ട് ഇൻവോൾവ് ആകാതെ, ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അതൊരിക്കലും താഴരുത്. നമ്മൾ ആ പോകുന്ന കരിയർ പാത്ത് ഒരിക്കലും താഴ്ന്നു പോകും. നമ്മളെപ്പോഴും നമ്മൾ ഹയർ പൊസിഷനിലോട്ടുള്ള ജോലിക്ക് അല്ലെങ്കിൽ കരിയറിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഡിഫൻസ് ആയിരുന്നു പണ്ട് തൊട്ടേ ഇഷ്ടം. അങ്ങനെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് എനിക്കിനി കയറാൻ പറ്റൂല, ഇനി ഡിഗ്രി ഒക്കെ കഴിഞ്ഞു വല്ല CDSO അങ്ങനത്തെ എല്ലാം എടുക്കാനുള്ള മൈൻഡ് നിൽക്കുകയായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് പോയി, പിന്നെ ഇത് ഉപേക്ഷിച്ചു. ഞാൻ ഫുള്ളി ഡ്രോപ്പ് ചെയ്തു, എനിക്ക് കിട്ടൂലെന്നുള്ള മൈൻഡ് ഉപേക്ഷിച്ചു. ഇവിടെ വരുമ്പോഴും ഞാനൊരു എനിക്കറിയുള്ള ആകെ CGL മാത്രമേ ഉള്ളായിരുന്നു. CGL CHS ആ ഒരു ഇത് ഐഡിയ ഉള്ളായിരുന്നു. ഇവിടെ വന്ന് മിസ്സുമായിട്ടൊക്കെ സംസാരിച്ചാണ് GD ഉണ്ട്, ഇതിലോട്ടൊക്കെ ഇതിന്നാണ് പോണേന്നൊരു ഐഡിയ കിട്ടിയ ഇതിന്നാണ്. അപ്പം ആ ടൈമിൽ തീരുമാനിച്ച് യൂണിഫോം ജോബില് പിന്നെ എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. ഈ ഫസ്റ്റ് ലാസ്റ്റ് ഇനി എനിക്ക് എഴുതാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ ഏജ് വെച്ച് എനിക്ക് 21 വയസ്സായി എഴുതാൻ പറ്റില്ലായിരുന്നു. അപ്പം ഒരു തോന്നി എഴുതിയെടുക്കണം, കാരണം കിട്ടിയൊരു ചാൻസ് അല്ലേ, അത് കയറിയിട്ടാണെങ്കിലും മുന്നോട്ട് എന്തെങ്കിലും നോക്കാനുള്ളതെന്നുള്ള ഇത് പറയാനാണെങ്കിൽ. പിന്നെ സാറ് പറഞ്ഞ പോലെ ഫാമിലി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒരുപാടുണ്ട്, കാര്യങ്ങളുണ്ട്. കാരണം ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ഇപ്പം ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്തെന്നുള്ള എനിക്ക് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അതിനൊരു പകുതി ആശ്വാസം. കാരണം അച്ഛനൊക്കെ ഒരു സന്തോഷമാണെന്ന് ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞ ശേഷം അത്രയും ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നതാണ്. എന്നുവെച്ചാൽ അവരൊന്ന് ചില്ലായി കാണുന്നത് ഇപ്പോഴാണ്, അതിലൊരു സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2021 നവംബറിൽ ഇവിടെ ജോയിൻ ചെയ്ത വ്യക്തിയാണ്. അന്ന് തൊട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു 1 ഇയർ ബ്രേക്കിൽ ഞാൻ വേറെ IRB എന്ന് പറയുന്ന കമാൻഡോടെ ട്രെയിനിങ് അല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾക്കായിട്ട് പോയി. അങ്ങനെ 1 വർഷക്കാലം ഇല്ലായിരുന്നു. പിന്നെയും 2023 ഞാൻ വീണ്ടും ഇവിടെ വരുന്നത്. അവിടെ അന്ന് വന്ന് ആ പ്രശ്നത്തെ GD ആണ്. എനിക്ക് 0.5 മാർക്കിന് ഫിസിക്കലും മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞ ശേഷം 0.5 മാർക്കിനാണ് കഴിഞ്ഞ GD എനിക്ക് മിസ്സാവുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ അവസ്ഥ കൃത്യമായിട്ട് മനസ്സിലായവരാണ് ഗീത മിസ്സും നിത്യ ചേച്ചിയും ഉൾപ്പെടെ ഡെന്നിസാർ ഉൾപ്പെടെ ഉള്ളവരെല്ലാം. അന്ന് ഇവിടുന്ന് കിട്ടിയ അന്ന് ഒരാഴ്ചത്തോളം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവർ ആദ്യം കയറിയ ക്ലാസ് തന്നെ ഗീത മിസ്സിൻ്റെ നിത്യ ചേച്ചിയുടെ ക്ലാസ് തന്നെയായിരുന്നു. അന്ന് അവർ തന്നൊരു ഫോഴ്സ് നല്ലപോലെ ഉണ്ടായിരുന്നു. അതിന് പുറമെ വീട്ടുകാർക്ക് നല്ലതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഞാനൊരു 10ാം ക്ലാസ്സിലും +2 അല്ല NCCയിൽ കയറണമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണെന്ന് മനസ്സിലാക്കി. ദൈവം കാണിച്ച് എന്തായാലും എനിക്ക് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും യൂണിഫോം ജോബിലോട്ട് കയറണം എന്നൊരു മൈൻഡ് അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നെ SSCയിലോട്ട് വരിക എന്ന് പറയുന്നത് ഞാൻ വേറെണ്ണം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഇതിലോട്ട് ഞാൻ പോയി. അത് എനിക്കും വീട്ടുകാർക്കും എനിക്ക് അതിനോട്ട് വലിയ ക്രേസ് ഇല്ല എന്ന് തോന്നിയപ്പോൾ ഒരുമിച്ച് എല്ലാവരും കൂടെ തീരുമാനം എടുത്താണ് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് SSC എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് GD എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും പിന്നെ അതിനകത്ത് നോക്കാം എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഇത്രയും നാൾ ഇവിടെ നിന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോയതിൻ്റെ വലിയ ഒരു ആഘാതം എനിക്ക് നൽകുന്നുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യത്തെ GD കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് കയറിയായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ സപ്പോർട്ട്, പിന്നെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും
എൻ്റെ സ്വന്തം ചേട്ടനെ ഭയങ്കര ഗവൺമെന്റ് ജോലി കയറ്റാൻ ഭയങ്കര ധൃതിയിലിരുന്ന ആളുകളാണ്. അവന് ടേസ്റ്റ് ഇല്ലായിരുന്നു, അവർക്ക് ആ ആഗ്രഹം കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് എന്നിലൂടെ നിറവേറ്റണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതും എനിക്ക് പറ്റിയ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ജോബിലോട്ട് കയറുക എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലുത്. അതൊരു യൂണിഫോം പോസ്റ്റ് വിത്ത് ഗവൺമെന്റ് ജോലി ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതിൽ ഇപ്പം എന്തായാലും എനിക്ക് കയറാൻ പറ്റി. ഇത് പറഞ്ഞ പോലെ വീട്ടുകാരുടെ സന്തോഷം ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ കാണുന്നുണ്ട്. ഇത്രയും നാൾ എങ്ങനെ ഇരുന്നതാണ് ഇത് അപ്പോയിൻമെന്റ് വന്നതിന് ശേഷമുള്ള വീട്ടിലെ കണ്ടീഷനും അതിന് മുമ്പുള്ള കണ്ടീഷനും അടിപൊളിയായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ് ഞാൻ. അത് എന്തുകൊണ്ടും ഇപ്പം ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് തന്നെയായിരുന്നു. യൂണിഫോം ജോബിലോട്ട് കയറുക, ഒരു ഗവൺമെന്റ് സർവീസിലോട്ട് കയറുക എന്ന പാഷൻ എൻ്റെ ആഗ്രഹം ഞാൻ നിറവേറി കഴിഞ്ഞു. അതിൽ ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അത് അച്ചീവ് ചെയ്തെന്നുള്ള ബോധമുണ്ട്. പിന്നെ എല്ലാവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻ പറയുന്നു. 2022 ജൂലൈ ബാച്ചിലാണ് ഞാൻ. അന്ന് പല അക്കാഡമികളിലും വിളിച്ചു. എന്നിട്ട് ദിശ എന്നൊരു അക്കാഡമി ഉണ്ട്, ഡെന്നി സാറിനെ ഞാൻ വിളിച്ചു. അപ്പോൾ ഡെന്നി സാറ് എവിടുന്നും തരാത്തൊരു മോട്ടിവേഷനാണ് സാറെന്ന് എനിക്ക് തന്നത്. അന്ന് ഞാൻ സാറിനെ കണ്ടിട്ടില്ല, ജസ്റ്റ് ഫോണിലൂടെ സംസാരിച്ചു. ഭയങ്കര മോട്ടിവേഷൻ. ആ മോട്ടിവേഷനിലാണ് ഞാൻ എനിക്കൊന്നൊരു 5-6 ദിവസത്തിനുള്ളിൽ തന്നെ കൊട്ടാരക്കരയ്ക്ക് വന്നു. ജൂണിലാണ് വന്നത്. ജൂണിൽ വന്ന് സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞ് അടുത്ത മാസം ഉണ്ട്, ഹോസ്റ്റലൊക്കെ സെറ്റാക്കി തരാം, എല്ലാം സാറ് തന്നെ ടേക്ക് കെയർ ചെയ്ത് ജൂലൈ 4 ഞാൻ വന്ന് ചേർന്നു. അവിടെ തൊട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ സാറ് പറഞ്ഞാൽ നിങ്ങൾ എപ്പോൾ ഡ്രോപ്പ് ചെയ്യണോ നിങ്ങളാ തീരുമാനിക്കണേ, ഡ്രോപ്പ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവും എന്ന് പറഞ്ഞു. അത് എനിക്ക് മാത്രമല്ല, ഞങ്ങൾ ക്ലാസ്സിൽ എല്ലാവരും അത് ഇപ്പോഴും എൻ്റെ കൂടെ പഠിക്കുന്നവർ അത് പറയാറുണ്ട്. സാറ് പറഞ്ഞാണ് അത് അങ്ങനെയാണ്. എന്നിട്ട് എനിക്ക് ഹോസ്റ്റൽ ഉൾപ്പെടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡെന്നി സാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതേപോലെ ഗീതു മിസ്സും എന്നെ കാണുമ്പോൾ എപ്പോഴും പറയും, ഹരി അമ്മ അച്ഛനും കൊണ്ട് ചേർത്താണ്, നീ ആ റിസൾട്ട് കൊണ്ടുവരണമെന്ന് എന്നെ എപ്പോൾ കണ്ടാലും പറയും. അതേപോലെ നിത്യ ചേച്ചിയും അഖില ചേച്ചിയും ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഭയങ്കര ഫാനായിരുന്നു. ഇവർ രണ്ടുപേരും ക്ലാസ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതേപോലെ വിനയ് സാർ ഇപ്പം ഇല്ല, പക്ഷെ വിനയ് സാറിൻ്റെ മാത്സിൻ്റെ ക്ലാസ്സൊക്കെ അത് നഷ്ടപ്പെട്ടു പോയാൽ ഭയങ്കര ഇതായിപ്പോയി, കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്ക് പോയി. അതേപോലെ എനിക്ക് കഴിഞ്ഞ വർഷം GD കിട്ടിയതാണ്. അപ്പം മെഡിക്കൽ പോയപ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര ഡൗൺ ആയിപ്പോയി. പക്ഷേ ഞാൻ ഡൗൺ ആവാതിരിക്കാനായിരിക്കും അവർ ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടൊക്കെ നിന്നു. അപ്പം ഞാൻ ഓർത്തു ഇനിയിപ്പോൾ വേണ്ട, വേറെ പോകാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് സാറിനെ കണ്ടപ്പോൾ സാറ് ചോദിച്ചു ഇനി എന്താ എൻ്റെ പ്ലാൻ ചോദിച്ചു. അപ്പം എൻ്റെ കയ്യിൽ പ്ലാൻ ഇല്ല. അപ്പോൾ സാറ് പറഞ്ഞ് റെയിൽവേക്ക് വരുന്നുണ്ട്, എനിക്കത് നോക്കി ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞു. ആ ഒരു ഇതിലാണ് ഞാൻ 1 വർഷം കൂടി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അത് എനിക്ക് യൂസ്ഫുൾ ആയി. അതേപോലെ ഞാൻ ഗീതു മിസ്സിൻ്റെ വീട്ടിലായിരുന്നു നിന്നിരുന്നേ ആദ്യമേ. അവിടുന്ന് വേറൊരു ഹോസ്റ്റലിൽ സാറ് തന്നെ സെറ്റാക്കി തന്നു. ഇപ്പോൾ നമ്മൾ അവിടുന്ന് പോരാനായിട്ട് ഫുഡിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ സാറ് പറഞ്ഞു അല്ല നമുക്ക് അവിടെ സെറ്റാക്കാം. എന്തിനും ഭയങ്കര സപ്പോർട്ടായിട്ട് സാറിനോട് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ ഇത് കിട്ടിയതിൽ എനിക്ക് കഴിഞ്ഞ വർഷം മെഡിക്കൽ പോയതുകൊണ്ട് ഇത്തവണ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കിട്ടുമോ ഇല്ലെന്നുള്ളത്. കിട്ടിയപ്പോൾ എന്നെക്കാളും കൂടുതൽ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നിട്ടില്ല, എനിക്ക് ഇന്നോ നാളെയോ വരും. അപ്പോൾ ആ ഒരു മൊമെൻറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. +2 കഴിഞ്ഞപ്പം തൊട്ട് ഇതേപോലെ ഫോഴ്സിന് ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ആർമിക്ക് വേണ്ടിയിട്ടുള്ള റാലിക്കൊക്കെ പോയി. റാലിയിൽ ഫിസിക്കലൊക്കെ കിട്ടും, മെഡിക്കൽ ഫെയിലായി പോവാം. അങ്ങനെ 2 റാലി അങ്ങനെ പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഡിഗ്രിക്ക് ചേർന്ന് ഡിഗ്രി കഴിഞ്ഞ ഉടനെ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ശ്രീശാന്ത് എന്ന് പറയുന്ന കൂട്ടുകാരൻ നമ്മുടെ കൂടെ പഠിച്ച തന്നെ, അവൻ മുഖേനയാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പോൾ SSCയിലോട്ട് വരുമ്പോൾ എന്തും ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഫോഴ്സിലോട്ട് ചേരണമെന്നാണ് ആഗ്രഹം. അപ്പം ഇതേപോലെ SSCയുടെ എക്സാം എല്ലാം പരിചയപ്പെട്ട് SSCയെ കുറിച്ച് അറിഞ്ഞപ്പം കിട്ടാൻ SSCയിൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉള്ള എക്സാം GD ആണെന്ന് മനസ്സിലാക്കി. പിന്നെ GDക്ക് പിന്നെ RPF എക്സാമിനൊക്കെയാണ് നിന്നത്. അപ്പോൾ ആദ്യം എഴുതിയൊരു എക്സാം GD, അത് കിട്ടിയത് സന്തോഷം. പിന്നെ ഫിസിക്കലിന് പോകുമ്പോഴും ഫിസിക്കൽ കിട്ടുമെന്നറിയാം. പിന്നെ മെഡിക്കൽ അത് ഭാഗ്യം പോലെ കിട്ടി. പിന്നെ വീട്ടിലൊക്കെ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ഇതുണ്ട്, ഇത് കിട്ടിയത് സന്തോഷം. അപ്പം SSC എന്തുവന്ന് ഞാനിവിടെ വന്നത് തന്നെ ഇങ്ങനെ കൊല്ലത്ത് എക്സാം എഴുതാൻ പോയ ടൈമിൽ ഇവിടുന്ന് ബ്രോഷർ കിട്ടുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ കുറേ നോക്കി, അങ്ങനെ കുറേ അക്കാഡമി ഉണ്ട്. അങ്ങനെ ഞാൻ ദിശ കണ്ടത്, അങ്ങനെ വിളിച്ചു ചോദിച്ച് അങ്ങനെ അങ്ങനെയാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് SSC GD എന്ന് പറയുന്ന എക്സാം പോലും അറിയത്തില്ല ഉണ്ടോയെന്നൊന്നും. CHSL MTS അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പം ആദ്യം എനിക്കൊരു ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ എക്സാം ക്ലിയർ ആയിരുന്നു, പക്ഷേ ഞാൻ ഫിസിക്കലിന് പോയില്ല.
അതും വന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഉടനെ എനിക്ക് കിട്ടിയായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ GD എക്സാം ക്ലിയർ ചെയ്ത്, പിന്നെ ഫിസിക്കലൊക്കെ ഇതുകൊണ്ട് ക്ലിയർ ചെയ്യുമെന്ന് പേടിയായിരുന്നു. പിന്നെ എക്സാം ക്ലിയർ ചെയ്യുന്ന സമയത്ത് എന്നെ ഏത് പാതിരാത്രിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാലും എനിക്ക് റിപ്ലൈ തരാൻ ഇവിടെ ഗീതൂസും നിത്യ ചേച്ചി അതിൻ്റെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ വന്നിരുന്ന് പഠിക്കുന്ന സമയത്തായാലും അവർ നല്ല മോട്ടിവേഷനാണ്. എന്ത് വേണമെങ്കിലും അവരുടെ കൂട്ടിരുത്തി നമ്മളെ പഠിപ്പിക്കും. പിന്നെ ഡെനിസ് സാർ എല്ലാവരും പറയുന്ന കണക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. സാറിൻ്റെ ഓരോ വീഡിയോക്കകത്തും ഇഷ്ടംപോലെ മോട്ടിവേഷനും, ക്ലാസ് വരുമ്പോഴും ഇഷ്ടംപോലെ മോട്ടിവേഷനും ഉണ്ടായിരുന്നു. പിന്നെ ജോലി കിട്ടിയതിൽ വളരെ സന്തോഷം. ഫിനാൻഷ്യലായിട്ട് പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ എല്ലാവർക്കും ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ അച്ഛന് ഇഷ്ടപ്പെട്ടൊരു പോസ്റ്റായിരുന്നു, അച്ഛൻ ഇപ്പം ഇല്ല. ഇങ്ങനെ അതുകൊണ്ടൊക്കെ യൂണിഫോം പോസ്റ്റായിരുന്നു അച്ഛനും ഇഷ്ടം. അപ്പോൾ അതിൽ എനിക്ക് കയറാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷം. പിന്നെ മുകേഷിനെ പറഞ്ഞ കണക്ക് ഇതിൽ നിന്ന് ഹയർ പോസ്റ്റിലോട്ട് പോകാനാണ് താല്പര്യം. അങ്ങനെ കോച്ചിങ്ങിന് ചേർന്ന് ബാങ്കിൻ്റെ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ SSC. പിന്നെ കൂട്ടത്തിൽ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത് SSCയുടെ കോച്ചിങ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. പിന്നെ അങ്ങനെ ചെയ്ത് 6 മാസം കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഫോക്കസ് ബാച്ചിൻ്റെ സമയത്താണ് നിത്യ ചേച്ചി ഞങ്ങൾക്ക് മെൻറ്ററിങ്ങിനൊക്കെ വരുന്നത്. അങ്ങനെ ചേച്ചി അടുത്തൊക്കെ ചോദിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞ് അങ്ങനെ ചേച്ചിയും അഖില ചേച്ചിയും നിത്യ ചേച്ചിയും നല്ല സപ്പോർട്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിന് നമുക്ക് എല്ലാം പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കഴിഞ്ഞ വട്ടത്തെ GD എനിക്ക് കിട്ടിയതാണ്, ഡൽഹി പോലീസും കിട്ടിയതാണ്. പക്ഷേ എൻ്റെ ഫിസിക്കലിന് ഞാൻ പോയില്ല. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം കിട്ടിയതിൽ. പിന്നെ ഡെന്നിസ് സാറിനും അനിൽ സാറിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീട്ടുകാർക്കും നല്ല സന്തോഷമുണ്ട്. ഇത്ര പെട്ടെന്ന് എനിക്ക് ജോലിയാവുന്ന കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്ക് വലിയ ഇതില്ലായിരുന്നു. പക്ഷെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. എക്സാം അറ്റൻഡ് ചെയ്യുന്ന നേവിയുടെ ആയിരുന്നു. അത് എക്സാം ക്വാളിഫൈ ആയി, പക്ഷേ ഫിസിക്കലിന് പോയപ്പം കിട്ടിയില്ല. അന്ന് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു യൂണിഫോം ജോബ് വേണമെന്നും. അത് മാത്രമല്ല അമ്മയ്ക്കും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു ഫോഴ്സിൽ തന്നെ കയറണമെന്ന്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് SSC GD എക്സാമിനെ കുറിച്ച് അറിയുന്നത് ഒക്കെ. പക്ഷേ വീട്ടിൽ PGക്ക് പോകുന്നൊരു പ്രഷറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇല്ല, SSC കോച്ചിങ്ങിന് തന്നെ പോകുകയെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ഫ്രണ്ട് വഴിയാണ് ദിശ അക്കാഡമിയുടെ കാര്യം അറിയുന്നത്. അങ്ങനെ വന്ന് ആദ്യം അച്ഛനുമായിട്ടാണ് ഞാൻ അഡ്മിഷൻ എടുക്കാൻ വന്നത്. ഗീത മിസ്സായിരുന്നു എനിക്കന്ന് അഡ്മിഷൻ എടുത്തത്. അങ്ങനെ മിസ്സ് കുറേ മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് അന്നേരത്തേക്ക് വീട്ടുകാരും കൺവിൻസ്ഡ് ആയിരുന്നു. എന്നാൽ പിന്നെ ഒരു വർഷം ഇതേന്ന് പറഞ്ഞ് നോക്ക്. അന്നേരം ഞാൻ പറഞ്ഞു നോക്കാം, ഇത് തന്നെ കിട്ടണമെന്നൊരു മൈൻഡ് സെറ്റ് തന്നെയാണ് ഞാൻ വന്നത്. അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാത്സ് ഭയങ്കര പാടായിരുന്നു. അന്നേരം നിത്യ മിസ്സ് അതില്യ മിസ്സൊക്കെ ആയിരുന്നു സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത്. ആദ്യം ഇങ്ങനെ ആയിരിക്കും, പിന്നെ ശരിയാവും, പിന്നെ ഉച്ച കഴിഞ്ഞുള്ള ഗ്രൂപ്പ് സ്റ്റഡി അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്. അന്നേരം എനിക്ക് മാത്സ് കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റുമെന്നൊരു കോൺഫിഡൻസ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ GD എക്സാം തന്നെയായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് പിന്നെ അത് കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ കുറേ ഫേസ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സക്സസ്സിലേക്ക് എത്തിയത്. മെഡിക്കലായാലും ഫിസിക്കലായാലും എക്സാം, പിന്നെ ഒരു ഷോർട്ട് ലിസ്റ്റ്, ഇതെല്ലാം കഴിഞ്ഞിപ്പം ഇവിടെ ഈ ഒരു മൂമെൻറ്റ് ഇങ്ങനെ നിൽക്കാൻ പറ്റിയത് വളരെ ഒരു സന്തോഷമുണ്ട്. എന്ത് ചെയ്യണം പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു നാട്ടിലാണ് മൊത്തം ഉച്ചവും അവിടെ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാം ഇത് തന്നെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിൻ്റെ വീഡിയോ കാണുന്നത്. അപ്പം ഇതിനു മുമ്പ് എനിക്ക് ആർമി കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒരുപക്ഷെ ഫിസിക്കൽ പാസ്സാവും അല്ലെങ്കിൽ മെഡിക്കൽ പാസ്സാവും. ഇതെല്ലാം പാസ്സായ സമയത്ത് കോവിഡ് വന്ന് ഗവൺമെൻറ് അത് ക്യാൻസലാക്കിയിരുന്നു. പിന്നെ എനിക്ക് ഡിഫൻസ് തന്നെ, പിന്നെ ആകെ ഓപ്ഷൻ SSC GD മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കാൻ ഞാൻ സാറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ സാറ് നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ സാറ് പറഞ്ഞു ഇവിടെ വന്നാൽ മതി, ബാക്കിയുള്ള ഫെസിലിറ്റി എല്ലാം സാറ് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആദ്യമേ ഒരു പേടിയുണ്ടായിരുന്നു, എനിക്ക് കിട്ടും, എന്നെക്കൊണ്ട് പറ്റുമോ. പിന്നെ ഇവിടെ പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് സാധിക്കുന്നതാണ്. ഇപ്പം ഹോസ്റ്റലാണെങ്കിൽ തന്നെയും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് ഹരിയൊക്കെ ആണെങ്കിൽ നൈറ്റിലാണ് ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്നാണ് പഠിച്ചത്. ഇപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ അവർ പക്ഷേ പഠിക്കത്തില്ല, കാരണം ഒന്നും ക്രിക്കറ്റ് കളി കാണും അല്ലെങ്കിൽ ഫുട്ബോൾ കളി കാണും, അങ്ങനെ രാത്രിയാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മറ്റുള്ളവർ പഠിക്കുന്നതാണ്, അപ്പോൾ എനിക്കിരുന്ന് പഠിക്കണം എന്നൊരു ചിന്ത വന്നു. അങ്ങനെ എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ കിട്ടി. എല്ലാവർക്കും നന്ദി പറയുന്നു. ആർമി ഫിസിക്കലും മെഡിക്കലും എല്ലാം പാസ്സായി മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടേയിരുന്നു. അപ്പോൾ പേരൻസ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അവരെന്നെ വിശ്വസിച്ച് ദിശ അക്കാഡമി കൊണ്ട് ചേർത്തു. SSC GD
2023 ബാച്ചിലാണ് ഞാൻ ചേർന്നത്. കൃത്യം 6 മാസമേ പഠിച്ചുള്ളൂ, ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുള്ളൂ. എനിക്കത് കൃത്യമായിട്ട് അക്കാഡമിയെ ഫോളോ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് നല്ലൊരു സേവ് സ്കോറിൽ എത്താൻ സാധിച്ചു. ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് വെച്ച കോഴ്സ് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പം കൃത്യമായിട്ട് അക്കാഡമിയെ ഫോളോ ചെയ്താൽ നമുക്ക് നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. കറക്റ്റ് പറയുമെങ്കിൽ 4 വർഷമായി ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. 4 വർഷം തുടങ്ങിയ ഓട്ടം സത്യം പറഞ്ഞാൽ അവസാനിച്ചത് ദിശയിലൂടെ തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞ 2020 സമയത്താണ്, നവംബർ. ആ സമയം തൊട്ട് ട്രിവാൻഡ്രത്തെ റാലി അത് ക്യാൻസലായി. പിന്നെ അടുത്ത SSC നോക്കി, അത് എക്സാം കിട്ടിയില്ല. പിന്നെ അടുത്തൊരു റാലി വന്നു, അതിൻ്റെ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ് മെറിറ്റിൽ ഔട്ടായി പോയി, 1-2 മാർക്കിന് പോയി. ആ സമയത്ത് ഇതുപോലെ ഒരു SSCയുടെ എക്സാം ഉണ്ടായിരുന്നു. ഈ ആർമിയുടെ കിട്ടുമെന്നുള്ള ഒരു രീതി അതും കുഴപ്പി. അങ്ങനെ മറ്റേതും കിട്ടിയില്ല, ഇതും കിട്ടിയില്ല, അങ്ങനൊരു അവസ്ഥയായി. അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നപ്പോഴാണ് ദിശയുടെ യൂട്യൂബ് ക്ലാസ് കണ്ടത്. അങ്ങനെ സാറിനെ കോണ്ടാക്ട് ചെയ്ത് കൊട്ടാരക്കര ക്ലാസ് ജൂൺ ബാച്ചായിരുന്നു. അങ്ങനെ ജൂൺ ബാച്ച് വന്ന് ക്ലാസ് തുടങ്ങിയപ്പോൾ ഈ GDയുടെ ഒരു വിവരവും ഇല്ലായിരുന്നു, എന്ന് തുടങ്ങും, നോട്ടിഫിക്കേഷനോ കലണ്ടർ പോലും വന്നില്ല. അപ്പം അല്ലാത്ത എല്ലാവരുടെയും കൂടെ ഉള്ളൊരു ബാച്ചിലാണ് എന്നെ കൊണ്ടിരുത്തിയത്. ഇവരൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഇവരുടെ കൂടെ ഇരുന്ന് പഠിച്ചപ്പം എന്തുവാ കിളി പറന്നൊരവസ്ഥയായിരുന്നു. ക്ലാസ്സിലൊക്കെ എല്ലാം നല്ലപോലെ പഠിക്കുന്ന പിള്ളേർ, ഞാൻ GDക്ക് വേണ്ടി വന്നിട്ട് അവരോട് ഇരുന്നപ്പോൾ എന്തോ പോലെ. അങ്ങനെ ഞാൻ കൂടെ സാറിനെ വന്ന് കാണുമായിരുന്നു. സാറേ, ഞാൻ ഇരുന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോ, GD വല്ലതും വരും. അപ്പോൾ സാർ പറഞ്ഞു, എടാ നീ അതൊന്നും കണ്ട് പേടിക്കണ്ട, നീ നിൻ്റെ രീതിയിൽ പഠിച്ചു നോക്കോളാം പറഞ്ഞു. അങ്ങനെ റീസണിങ് കൂടുതലായിട്ടും പഠിച്ച് അങ്ങനെ ഒരു സെപ്റ്റംബറൊക്കെ ആയപ്പം ഇതുപോലെ GDയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ GD ബാച്ചിലോട്ട് മാറി. അങ്ങനെ നല്ലപോലിരുന്ന് പഠിച്ച്, പിന്നെ സാറന്മാരുടെ എല്ലാ സപ്പോർട്ട്. അങ്ങനെ അതുകൊണ്ട് GDക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. പിന്നെ മെഡിക്കലും ഫിസിക്കലും ഒക്കെ പാസ്സായി. ഇപ്പോൾ താണ്ടി ഇവിടെ വരെ എത്തി. ആദ്യമായി ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ച ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നീട് ദിശയുമായി ദീർഘകാല ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നാൽ പോലും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇവിടുത്തെ അധ്യാപകരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരായിട്ട് മാറി. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാൻ PSC കോച്ചിങ്ങിനായാലും വളരെ കുറച്ച് നാൾ മറ്റ് സെൻറ്ററുകളിലൊക്കെ പോയിട്ടുണ്ട്. അവിടുത്തെ പോലല്ല അധ്യാപകരിവിടെ, ഞാൻ ഭംഗിവാക്കൊന്നും പറയില്ല, കൂട്ടുകാരെ പോലെ. അത് വളരെ ഒരു പോസിറ്റീവാണ്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. സംശയം ചോദിക്കുന്നതിനല്ല, ആ ക്ലാസ്സിൽ ഒരു ബിഹേവിയർ ആണെങ്കിൽ പോലും നമ്മുടെ കൂട്ടുകാർ തമ്മിൽ പെരുമാറുന്നതിൻ്റെ ഉണ്ടാകും. അപ്പം നമുക്ക് അത് വളരെ വലിയൊരു കാര്യമാണത്. പിന്നെ നമുക്ക് ഓരോരുത്തരെയും മനസ്സിലാക്കി ഇൻഡിവിജ്വൽ സപ്പോർട്ട് തരുന്നതിനും ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിൽ പോലും സപ്പോർട്ട് തരുന്നത്, അത് എന്നെ സംബന്ധിച്ചുള്ള അത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നീട് ഈ ഒരു ജോലി എൻ്റെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ എനിക്ക് നേടാനായിട്ടുള്ളൊരു ആത്മവിശ്വാസമായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു. എനിക്കാണെങ്കിൽ എന്തോ പറയണമെന്ന് അറിഞ്ഞില്ല. ഞാൻ സ്റ്റേജിലേക്ക് കയറിയധികം എനിക്ക് ഇതൊന്നുമില്ല. ജോലി കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. ഞാൻ 2023 നവംബർ ബാച്ചിലായിരുന്നു ഇവിടെ വന്നത്. 3 മാസം എക്സാം ക്ലിയറായി. ഇപ്പം 1 വർഷത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നു. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഞാൻ ഇവിടെ വന്നത് ഏപ്രിൽ ബാച്ചിലായിട്ടാണ്, RP ബാച്ചിലാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരെ ഇതുവരെ ക്ലാസ്സിനകത്ത് കയറിയപ്പോഴായാലും എല്ലാവരും ശബരി പറഞ്ഞ പോലെ നല്ല ഫ്രണ്ട്ലി വൈവാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും മിസ്സുമാരത്ത് എപ്പം ചോദിക്കാം. ക്ലാസ്സിലായാലും എത്ര തവണ വേണമെങ്കിലും നമ്മൾ ബാച്ചിൻ്റെ താഴെ ചോദിച്ചാലും പറഞ്ഞു തരും. ഇവിടെ ജോലിയിലേക്ക് കടക്കാൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു കൺഗ്രാറ്റുലേഷൻസ്. പ്രത്യേകിച്ചും നിങ്ങളൊരു പുതിയ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ടേൺ എടുക്കുന്ന ഒരു സമയത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറേ അഡ്വൈസുകൾ മുകേഷ് നിങ്ങൾക്ക് തന്നായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഇനിയുള്ള സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ മറ്റു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നത്തെ ഒരു ഈവന്റ് നമ്മൾ കണ്ടക്ട് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്ന്, ഇവിടെ ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് ഏതാണെന്ന് അറിയാമോ? ഇവിടെ ഇന്നത്തെ ഒരു ഈവന്റിൽ നിങ്ങൾ എല്ലാവരും ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കുണ്ട്. SSC GD അല്ല, ഈ ഒരു വാക്കല്ല, മോട്ടിവേഷൻ. അപ്പോ മോട്ടിവേഷൻ എന്നൊരു വാക്കാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ടെന്നി സാറ് ആവശ്യത്തിൽ കൂടുതൽ മോട്ടിവേഷൻ വാരി വിതറി
നിങ്ങൾക്കെല്ലാം തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്ത് മാത്സ് പഠിക്കുന്നതോ റീസണിങ് പഠിക്കുന്നതോ അല്ലെങ്കിൽ GK പഠിക്കുന്നതോ അതൊന്നും അല്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ? നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഒരു അറ്റംപ്റ്റ് ഞാൻ ഫെയിലായി, അടുത്ത അറ്റംപ്റ്റ് നിർത്താമെന്ന് ചിന്തിച്ച സമയത്താണ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടിയത് അല്ലെ? അപ്പൊ ആ ഒരു വാക്കിന് വളരെയധികം വാല്യൂ ഉണ്ട്. ദിശ അക്കാഡമി ഇന്ന് നിലനിൽക്കുന്നത്, ഇപ്പം കൊട്ടാരക്കര ഉൾപ്പെടെ 5 സ്ഥലങ്ങളിൽ ദിശ അക്കാഡമി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കരുതുന്ന കാര്യം തന്നെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്.